ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ കരിക്കിൻ്റെ ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി കരിക്കിൻ്റെ കുറേ കഴമ്പൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജാറിലേക്ക് കുറേ ഷീറ്റ് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇനി ഒന്ന് ഈ കഴമ്പ് ഹാർഡായിട്ടുള്ള കഴമ്പ് എടുക്കരുത്, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കഴമ്പ് എടുക്കണം കേട്ടോ. ഇത് കാണുമ്പോൾ നല്ല ഹാർഡാണെങ്കിലും അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കഴമ്പ് തന്നെയാണ്. നമുക്കിരുന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ചതച്ച പോലെ ഒരുപാട് അരച്ചെടുക്കരുത്. പിന്നെ കട്ടപ്പാലാണ് എടുത്തേക്കണത്, ഷേക്ക് അടിക്കാനല്ലേ. അപ്പോൾ നമ്മൾ കട്ടപ്പാലെടുത്തിട്ട് പകുതി പാലടിച്ച് ഞാൻ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമുമാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചാര ഇട്ട് കൊടുക്കണം. പഞ്ചാര മെയിനാണ്, മറന്നു പോകരുതേ. അപ്പോൾ ആവശ്യം ഒരു മധുരം എല്ലാവരുടെ ഇഷ്ടാനുസരണം ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പോൾ പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ഐസ്ക്രീമാണ്. ഐസ്ക്രീം എൻ്റെ വാനിലേൻ്റെ ഐസ്ക്രീമാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് കരിക്കിൻ്റെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതായിട്ട് കൊടുക്കണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ എല്ലാം നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ വലിയൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് സിറപ്പൊന്നും സൈഡിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല, അതുകൊണ്ട് ചോദിക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ കുറച്ച് ബാക്കിയുള്ള നെറ്റ്സ് ഉണ്ടല്ലോ, ബദാമും അണ്ടിപ്പരിപ്പും, അത് കുറച്ച് പുറമേയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അതിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ചിടക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മേളിൽ കുറച്ച് ഐസ്ക്രീമും കൂടി വെച്ച് കൊടുക്കാം. എന്നാൽ കുറച്ചൊരു ടേസ്റ്റി ആവും, ഹെൽത്തി ആവും. നല്ല സൂപ്പർ ഹെൽത്തിയാണെന്ന് കംപ്ലീറ്റ് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റാണ്. ഒരു ചൂടത്തൊക്കെ ഇരിക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും, പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റിയൊരു ഷേക്കാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ഐസ്ക്രീം ഇതുപോലെ നിറച്ച് ഗ്ലാസ് ഫുള്ളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലാസ് തുളുമ്പി പോകുന്ന രീതിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പുറത്തെ ഗ്ലാസ്സിലും കൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഇനി ചെറിയ സ്ട്രോയോ ഒന്നും കയറില്ല. നമുക്ക് പയ്യെ മെൽറ്റായി കഴിക്കാം. കാരണം ഐസ്ക്രീം കുറച്ചുകൂടി ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അതിങ്ങനെ ഇതായി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അതാണ് കേട്ടോ കൂടുതലും ഐസ്ക്രീം ഇട്ടേക്കണത്. അപ്പം ഞാൻ വാനില ഫ്ലേവറാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ കരിക്കിൻ്റെ മേടിച്ച് ഇടുവാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആവും. അപ്പോൾ കുറച്ചുകൂടി പുറമേയും ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും കൂടി പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ കുടിച്ച് നോക്കാം. അടുത്ത വീട്ടിൽ കാണുന്നവരെ ബായ്.